ഈ ഒരു വീഡിയോയിലൂടെ ISLുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു. കുറച്ച് 2 സെക്കൻഡ് സമയം മാത്രം മതിയല്ലോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും. എന്തായാലും ഈ ഒരു സീസൺ ISL എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ്. നമുക്കറിയാം സ്റ്റാർട്ട് തന്നെ ഭീകരമായിരുന്നു. അതായത് ISL തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ഫൈറ്റും അതുപോലെ തന്നെ കുറേയധികം സംഭവങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം ഏതാണ്ട് 40 ലക്ഷത്തിന് മുകളിൽ വ്യൂസ് വന്നു കൊൽക്കത്ത, അതായത് മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ മാച്ചിനും അതുപോലെ തന്നെ ബംഗളൂരു കേരള ബ്ലാസ്റ്റേഴ്സ് മാച്ചിനും സാധാരണയായിട്ട് അത്രയധികം വ്യൂസിലേക്ക് പോകാറില്ല. കൂടിപ്പോയി ഒരു 30 ലാക്ക് വരെ പോകും, അതിനപ്പുറം പോകാറില്ലായിരുന്നു വ്യൂസ്. അതാണിപ്പോൾ ഒരു 40 ലാക്ക് വരെ നമുക്ക് ജിയോ സിനിമയിൽ കാണാൻ സാധിച്ചു, ഒരു ഹയസ്റ്റ് വ്യൂവർഷിപ്പ് വരെ കൊണ്ടുപോയി. സോ അതിങ്ങനെ ഒരു എന്താ പറയുക ഡെറിവ് പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതും അതിന് മുമ്പുള്ള ഒരു പ്രമോഷനും മറ്റ് സംഭവങ്ങളാണ്. എന്തായാലും അതൊക്കെ പൊളിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും കഴിഞ്ഞ സീസണിലെ ടോപ്പ് സ്കോറർ ആരായിരുന്നു നമുക്കറിയാം, നമ്മുടെ ദിമിത്രിയോസ് ഡയമൻഡക്കോസ്. പക്ഷേ അദ്ദേഹം ആ ഒരു സീസൺ അടിച്ചത് വെറും 13 ഗോളുകൾ മാത്രമാണ്. അങ്ങനെയാണ് അദ്ദേഹം ഗോൾഡൻ ബൂട്ട് നേടുന്നത്. ബട്ട് ഈ ഒരു സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡൻ ബൂട്ട് ഓൾറെഡി 9 മാച്ച് കഴിയുമ്പോഴത്തേനും 11 ഗോളുമായിട്ട് അലാദിൻ അജാരി വെറും 9 മാച്ചിൽ നിന്നാണ് 11 ഗോൾ. നിങ്ങൾ ഓർക്കുക, കഴിഞ്ഞ സീസണിൽ ഏതാണ്ട് 22-23 കളികളിൽ നിന്നാണ് ഡയമൻഡക്കോസ് 13 ഗോൾ നേടിയത്. തിരിച്ചു നോക്കുമ്പോൾ വെറും 9 കളിയിൽ നിന്ന് 11 ഗോൾ. സോ ഈ ഒരു സീസൺ കഴിയുമ്പോൾ എന്തായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുക. അല്ലാതെ തന്നെ പല താരങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്, 6-7 ഗോളുമായിട്ട് 9 മാച്ചുകൾ തന്നെ കഴിയുമ്പോഴത്തേക്കും. സോ ഒരു 20-18 സംതിങ് ഗോളൊക്കെ ഗോൾഡൻ ബൂട്ട് വിന്നറിന് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സീസണിൽ. എന്തായാലും അലാദിൻ അജാരി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പെർഫോമൻസ്, ഒന്നും പറയാനില്ല. വേറെ ലെവൽ ഒരു പ്ലെയർ എന്ന് തന്നെ പറയണം.